നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ ഏറ്റവും ആദ്യമായ ചാപ്റ്റർ ചെയിൻ ഓഫ് ലൈഫ്. അതായത് അടിസ്ഥാന ശാസ്ത്രത്തിൽ നമ്മൾ ഏറ്റവും ആദ്യത്തെ ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉള്ള മക്കളൊക്കെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. നമുക്ക് ഇനിയും ക്ലാസ് തുടങ്ങാം. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആദ്യത്തെ പേജിൽ തന്നെ നമുക്ക് ഒരു ചിത്രം കാണാൻ സാധിക്കും അല്ലേ? അപ്പം നമ്മൾ ആ ചിത്രം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കേ. ജസ്റ്റ് ഒബ്സർവ് ദ പിക്ചർ. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നത്? നമുക്കൊരു കിങ് ഫിഷറിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഒരു പൊന്മാനെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു മീനിനെ കാണാൻ സാധിക്കുന്നുണ്ട്, പിന്നെ പൂക്കളുണ്ട്, ഇലകളുണ്ട്, വെള്ളമുണ്ട്, പിന്നെ മരം ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആൻസർ ചെയ്യാൻ. പിക്ചറിൽ നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ഏതാണ് ഈ പിക്ചറിലുള്ള ബേർഡ് അല്ലേ? സോ വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ, അല്ലെങ്കിൽ ചിത്രത്തിലെ പക്ഷി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ് പക്ഷി? പൊന്മാൻ അല്ലെങ്കിൽ കിങ് ഫിഷർ. ഇനി വാട്ട് ഈസ് ദ മെയിൻ ഫുഡ്? ചിത്രത്തിലെ പക്ഷിയുടെ ഏറ്റവും പ്രധാനമായ ഭക്ഷണം എന്ത്? അപ്പം നമുക്കറിയാം അല്ലേ, ഈ പൊന്മാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ നമ്മൾ ആരെ നോക്കിയാണ്? ഈ മീനെ നോക്കിയാണ്. അപ്പോൾ എന്താണ്? ഫിഷ് ആണ് പ്രധാന ഭക്ഷണം, മീൻ. ഓക്കെ, അപ്പം വേർ ഈസ് എ ബേർഡ് യൂഷ്വലി സീൻ? അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ പക്ഷി സാധാരണമായിട്ട് എവിടെയാണ് കാണുന്നത്? 4ാമത്തെ ക്വസ്റ്റ്യൻ, എന്താകും അതിന് കാരണം? ഈ പക്ഷിയെ ഈ ഒരു സ്ഥലത്ത് കാണാൻ എന്താണ് കാരണം? അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ പൊന്മാനെ ഒന്ന് നമുക്ക് നോക്കാം. ഈ നദിയുടെ കരയിലാണ് Kingfishers nest at the bottom of tunnels that they dig into the bankside, and this one's looking for the perfect spot. Watch how he hovers outside the potential home of his offspring. Their burrows can be more than a metre deep, and removing just a little bit at a time is going to take a while to dig. Well, he's had enough for now. അപ്പം നമ്മളൊരു വീഡിയോ ശ്രദ്ധിച്ചില്ലേ? അവിടെ പൊന്മാൻ എന്താണ് ചെയ്യുന്നത്? ഒരു നദിയുടെ കരയുണ്ട്. ഇപ്പോൾ സപ്പോസ് ഇത് നദിക്കരയാണെന്ന് വിചാരിച്ചോ, ഇത് നദി. അപ്പോൾ ഈ നദിക്കരയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? നദി തീരത്തോ കുളക്കരയിലോ ആണ് ഈ പൊന്മാനുകൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബറോസ് ഉണ്ടാക്കും, അവിടെയാണ് താമസിക്കുന്നത്. അപ്പം അവിടെയാണ് താമസിക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. വേർ ഇസ് ദിസ് ബേർഡ് യൂഷ്വലി സീൻ? വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അപ്പോൾ അതിൻ്റെ ആൻസറാണ്, ദ കിങ്ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അപ്പം കിങ്ഫിഷർ താമസിക്കുന്നത് ബറോസ് ഓൺ റിവർ ബാങ്ക്സ്. അപ്പം നമ്മൾ കണ്ടു ആ റിവർ ബാങ്ക്, ആ ബ്രൗൺ കളറിലെ സംഭവം നമ്മളെ വീഡിയോയിൽ കണ്ടില്ലേ? അപ്പോൾ അവിടെ അവരിങ്ങനെ കുഴി പോലെ കുഴിക്കും. അവിടെ ആ സ്ഥലങ്ങളിലാണ് കിങ്ഫിഷർ സാധാരണ താമസിക്കുന്നത്. അതായത് നദീ തീരത്തോ അല്ലെങ്കിൽ കുളക്കരയിലോ ആണ് ഈ പൊന്മാനുകൾ താമസിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അവർ അവിടെ താമസിക്കുന്നത്? എന്തുകൊണ്ടാണ്? നദീ തീരത്ത് താമസിച്ചാൽ, അല്ലെങ്കിൽ നദീ തീരത്തെയോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിൽ താമസിച്ചാലല്ലേ മീനെ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അപ്പം 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് റീസൺ? അപ്പോൾ എന്തുകൊണ്ടാണ്? അവർക്ക് മീനെ പിടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ജലസ്രോതസ്സുകളുടെ സമീപത്തിൽ നിന്നാലാണ് മീൻ പിടിക്കാൻ സൗകര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് മിസ് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ നമുക്ക് നോക്കാം, ഇതെന്താണ്? ഇതേതാണ് ജീവി? എല്ലാവർക്കും മനസ്സിലായോ? നമുക്കറിയാം ഇതെന്താണ്? ആടാണ് അല്ലേ? ഈ ആട് അല്ലെങ്കിൽ ഗോട്ട്, ഇത് പ്രധാനമായിട്ട് എന്താണ് തിന്നുന്നത്? അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഈ ആടുണ്ടെങ്കിൽ എന്താണ് തിന്നുന്നത്? പുല്ല് തിന്നും അല്ലേ? ഗ്രാസ് തിന്നും, പിന്നെ ചിലപ്പോൾ ഗ്രെയിൻസ് തിന്നും,
ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ധാന്യങ്ങൾ തിന്നും, പുല്ല് തിന്നും. ഈ 2 കാര്യങ്ങൾ തിന്നുന്നതായിട്ട് നമ്മൾ കാണാനിടയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ്. നമ്മുടെ ചുറ്റിനും ഒരുപാട് ജീവികളുണ്ട്. അവർ പല പല ഭക്ഷണങ്ങളാണ് തിന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ആട് എന്താണ് തിന്നുന്നതെന്നാണ്. അപ്പോൾ അതിന് നമ്മൾ 2 ആൻസർ കണ്ടുപിടിച്ചു. ഗ്രാസ് അല്ലെങ്കിൽ ഗ്രെയിൻസ്, പുല്ല് അല്ലെങ്കിൽ ധാന്യങ്ങൾ. ചിലപ്പോൾ കളകളൊക്കെ വീഡ്സും തിന്നുന്നതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് തിന്നുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, വേറെ ഏത് ആനിമൽസാണ് പ്ലാന്റിന് തിന്നുന്നത്. ഓക്കെ, സസ്യഭാഗങ്ങൾ ആഹാരമാക്കുന്ന വേറെ ഏത് ജീവികളെ കണ്ടെത്തുക, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി 2 പിക്ചർ തന്നിട്ടുണ്ട് ഈ സസ്യ ഭാഗങ്ങൾ കഴിക്കുന്നത്. ഒന്ന് റാബിറ്റും ഒന്ന് ഡിയറും, ഒന്ന് മാനും ഒന്ന് മുയലും. വേറെ ആരുള്ള വേറെ 2 പേരും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം. അതാരാണ്? ഒന്ന് പുൽച്ചാടി, ഗ്രാസ് ഹോപ്പ്. പിന്നെ ആന എന്താണ്? ആന അതുപോലെ തന്നെയല്ലേ, എലിഫൻറ്റ്. അപ്പോൾ ആ 2 പേരും കൂടെ നമ്മളിവിടെ എഴുതുക. ഗ്രാസ് ഹോപ്പ്, പിന്നെന്താണ്? എലിഫൻറ്റ്. അതും കൂടെ എഴുതുക. അപ്പോൾ ഇത്രയും നിന്ന് നമുക്ക് എന്ത് മനസ്സിലായും? ആദ്യത്തെ ഭാഗം നമ്മളൊരു പൊന്മാനെ നോക്കി, ഈ ഒരു പിക്ചർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പൊന്മാനെയും പിന്നെ ഫിഷിനെയും ഐഡൻറ്റിഫൈ ചെയ്തു. പിന്നെ പൊന്മാൻ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലായി. അതായത് എവിടെയാണ് ജീവിക്കുന്നത്? നദീതീരത്തോ കുളക്കരയിലോ ഉള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പോൾ ദ കിങ്ഫിഷർ ലിവ്സ് ഇൻ ബറോസ്. അപ്പം ഈ ബറോസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മാളമാണ്. ഓക്കെ, അപ്പോൾ റിവർ ബാങ്ക്സ് ഓർ നിയർ. സോ ദ കിങ്ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോണ്ട്സ്. എന്തിനാണ് അവർ അവിടെ താമസിക്കുന്നത്? ദേ മോസ്റ്റ്ലി ചൂസ് എ പ്ലേസ് നിയർ വാട്ടർ സോഴ്സസ് വെർ ദേ ക്യാൻ ഫിഷ്. എന്തുകൊണ്ടാണ്? ജലസ്രോതസ്സുകളുടെ സമീപം മീൻ പിടിക്കാൻ സൗകര്യമുള്ളതുകൊണ്ടാണ് അവർ അവിടെ അധികമായിട്ട് താമസിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കി ആട് എന്താണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സസ്യ ഭാഗങ്ങൾ കഴിക്കുന്ന വേറെ ജീവികളുടെ പേരും നമ്മൾ മനസ്സിലാക്കി.